ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമന തർക്കത്തിൽ പരിഹാരവുമായി സുപ്രീംകോടതി. സ്ഥിരം വിസി നിയമനത്തിൽ 5-അംഗ സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് സുപ്രീംകോടതി. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ പേര് നൽകാൻ ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ ശുപാർശയനുസരിച്ച് താൽക്കാലിക വിസി നിയമനം നടത്തണമെന്നാണ് നിയമമെന്ന് ഗവർണറെ സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു. 2 സർവകലാശാലകളിലെയും താൽക്കാലിക വിസിമാരുടെ നിയമനം റദ്ദാക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. മുൻകാല സുപ്രീംകോടതി വിധിയും UGC നിയമവും അനുസരിച്ചാണ് താൽക്കാലിക വിസിമാർക്കായി സംസ്ഥാനം പേരുകൾ നിർദ്ദേശിച്ചത്. എന്നാൽ ഈ പേരുകൾ തള്ളി സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്തിയത് ചാൻസലർ കൂടിയായ ഗവർണറാണെന്ന് സംസ്ഥാനം കുറ്റപ്പെടുത്തി. എന്തിനാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് ഒരു വേള ഗവർണറോട് ബെഞ്ച് ചോദിച്ചു. നിയമത്തെ എങ്ങനെ അവഗണിക്കാനാകുമെന്ന് ചാൻസലറോട് സുപ്രീംകോടതി ചോദിച്ചെങ്കിലും താൽക്കാലിക വിസി നിയമനം റദ്ദാക്കിയില്ല. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നതായി പറഞ്ഞിട്ടാണ് സ്ഥിരം വിസിമാരെ നിയമിക്കാനായി സുപ്രീംകോടതി മുൻകൈയെടുത്ത് സെർച്ച് കമ്മിറ്റി വയ്ക്കാൻ ഒരുങ്ങുന്ന വിവരം അറിയിച്ചത്. ഗവർണറുടെയും സർക്കാരിന്റെയും പ്രതിനിധികളെ നാളെ അറിയിക്കാമെന്ന് അഭിഭാഷകർ അറിയിച്ചു. കോടതിയുടെ നിലപാടിനെ സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം സർക്കാരാണ് ശരി പറയുന്നത് എന്ന് അടിവരയിട്ട് വീണ്ടും കോടതികൾ സൂചിപ്പിക്കുകയാണ്. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ UGC നാളെ അറിയിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ട്. ഗവർണറുടെ അപ്പീലും സർക്കാരിന്റെ ഉപഹർജിയും നാളെ പരിഗണിക്കും. മീഡിയ 1, ഡൽഹി.